നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുടുംബശ്രീ ജനഗൽസ തദ്ദേശീയ കലാരൂപ സംരംഭ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. ഗോത്ര കലാരൂപങ്ങളെ പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭ നിർമ്മിച്ച സ്ട്രീറ്റ് വെൻഡിംഗ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടന്നു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ രൂക്ഷമായ കടലേറ്റം ലോക്സഭയിൽ ഉന്നയിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കടലേറ്റം തടയുവാനും നഷ്ടം സംഭവിച്ചവർക്ക് സഹായം നൽകുവാനും നടപടി വേണം. കാഞ്ഞങ്ങാട്ട് കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്നും വ്യാപാരി വീണു മരിച്ച സംഭവം. കരാറുകാരൻ കസ്റ്റഡിയിൽ. ICDS പ്രൊജക്ട് ഓഫീസുകൾക്ക് മുന്നിൽ അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഷേധം. മഞ്ചേശ്വരത്ത് നടന്ന ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആചാര്യ സംഗമം തിങ്കളാഴ്ച. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. ഗോത്രകലാരൂപങ്ങളെ പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. തദ്ദേശീയ ജനതയുടെ അന്താരാഷ്ട്ര ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് കുറ്റിക്കോൽ പഞ്ചായത്ത് സോപാനം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ജനഗൽസ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പട്ടികവർഗ അനിമേറ്റർമാർ, ബെഡ്ജ് കോഴ്സ് മെന്റർമാർ എന്നിവരുടെ മേഖലാതല സംഗമത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശീയ ജനവിഭാഗത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് 2009 മുതൽ കുടുംബശ്രീ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു. തദ്ദേശീയ ജനതയുടെ ജീവിതാഭിവൃദ്ധിക്കായി എല്ലാ അർത്ഥത്തിലും ചേർത്ത് നിർത്തുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. സാമൂഹിക ഉൾച്ചേർക്കലിനും ഉപജീവന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുമായി കുടുംബശ്രീ നിരവധി പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. പല സാഹചര്യങ്ങളിലും ഈ തനത് കലാരൂപങ്ങൾ മൺമറഞ്ഞു പോവുകയും വരും തലമുറകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയാതെ പോവുകയും ചെയ്യണം. ഓരോ വിഭാഗത്തിന്റെയും കലാരൂപങ്ങളെ നിലവിലുള്ള സാഹചര്യം മനസ്സിലാക്കി കൃത്യമായി പഠിക്കാനും പരിശീലിപ്പിക്കാനും പുതിയ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാനുമുള്ള പദ്ധതികൾ പ്രധാനപ്പെട്ടതാണ്. അതിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ജനഗൽസ എന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. കുറ്റിക്കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യങ്ങാനം അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ ആമുഖ പ്രഭാഷണം നടത്തി. പ്രോഗ്രാം ഓഫീസർ Dr. B ശ്രീജിത്ത് പദ്ധതി വിശദീകരിച്ചു. ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യായം, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K രമണി, കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ശോഭനകുമാരി, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സവിത P, CDS അധ്യക്ഷരായ റീന C, റോഷിനി, ഗുലാബി, മാലിനി A, സൂര്യ, റീന, കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് ഓഫീസർ Dr. അഞ്ചൽ കൃഷ്ണകുമാർ, കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ, മലപ്പുറം കണ്ണൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ സുരേഷ് കുമാർ B, MV ജയൻ, കാസർഗോഡ് ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ CH ഇക്ബാൽ, സൗദ CM, ഹരിദാസ് D എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രതീഷ് കുമാർ സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ കിഷോർ കുമാർ M നന്ദിയും പറഞ്ഞു. കുറ്റിക്കോൽ ബേഡടുക്ക പഞ്ചായത്തുകളിലെ CDS പ്രവർത്തകർ കുടുംബശ്രീ മുദ്രാഗീതത്തിന്റെ നൃത്താവിഷ്കാരം അവതരിപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം വിവിധ തദ്ദേശീയ മേഖലയിലെ നൂതന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരത്തിലെ തെരുവോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭ നിർമ്മിച്ച സ്ട്രീറ്റ് വെൻഡിംഗ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് നഗരസഭയുടെ ഒരു സ്വപ്നം കൂടി പൂവണിഞ്ഞു. നഗരത്തിലെ തെരുവോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭ നിർമ്മിച്ച സ്ട്രീറ്റ് വെൻഡിംഗ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. 28 വഴിയോര കച്ചവടക്കാരും അതുപോലെ തന്നെ 5 ലോട്ടറി വിൽപ്പനക്കാരെയുമാണ് നമ്മളിപ്പോൾ പുനരധിവസിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ മാത്രമല്ല കാസർഗോഡ് നഗരത്തിലുള്ളത് എന്ന് നമുക്കറിയാം. ഒരുപാട് ആളുകൾ ഇനിയും പുനരധിവസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയോര കച്ചവടക്കാരെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് അവരുടെ ജീവനോപാധി നിയന്ത്രിക്കുകയോ തടയുകയോ ചെയ്യാൻ പാടില്ല എന്ന വിധി സുപ്രീം കോടതി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്.
അപ്പോൾ ആ വിധി ആ സുപ്രീം കോടതിയുടെയും അതുപോലെ തന്നെ ബോംബെ ഹൈക്കോടതിയൊക്കെ വിധിക്കനുസരിച്ച് ആ 7 എണ്ണത്തിൽ നമ്മുടെ കാസർഗോഡ് നഗരസഭയ്ക്കും ഉൾപ്പെടാൻ സാധിച്ചത് നമ്മുടെ എല്ലാവരുടെയും സന്തോഷകരമായ ഒരു അനുഭവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മളൊക്കെ സുപ്രീം കോടതിയുടെയും അതുപോലെ തന്നെ ബോംബെ ഹൈക്കോടതിയുടെയും ഒക്കെ വിധി അനുസരിച്ച് ഈ മനുഷ്യത്വപരമായ ഒരു സമീപനമാണ് ഈ വഴിയോര കച്ചവടക്കാരോട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ IAS മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ വികസന സ്ഥിരം സമിതി ചെയർമാൻ സഹീർ ആസിഫ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റീത്ത ആർ, ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ ഖാലിദ് പച്ചക്കാട്, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനി ആർ, നഗരസഭാ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എ അബ്ദുൽ റഹ്മാൻ, നഗരസഭാ കൗൺസിലർമാരായ പവിത്ര KG, P രമേശ്, M ലളിത, സിദ്ദിഖ് ചക്കര, വരപ്രസാദ്, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഹരിദാസ് D, CDS ചെയർപേഴ്സൺ ആയിഷ ഇബ്രാഹിം, NULM സിറ്റി മിഷൻ മാനേജർ ബിനീഷ് ജോയ്, കാസർഗോഡ് SHO P നളിനാക്ഷൻ, ലീഡ് ബാങ്ക് ജില്ലാ മാനേജർ തിപ്പേഷ്, വഴിയോര കച്ചവട സമിതി അംഗങ്ങളായ അഷ്റഫ് എടനീർ, അനീഷ്, വ്യാപാര സമിതി പ്രതിനിധി മോഹന നായിക് എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി അബ്ദുൽ ജലീൽ DV സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ മധു നന്ദിയും പറഞ്ഞു. കച്ചവടക്കാർക്കുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ 28 ലക്ഷം രൂപ ചിലവിലാണ് നഗരസഭ കടമുറികൾ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നഗരസഭ തെരുവോര കച്ചവട സമിതി പരിശോധിച്ച് അംഗീകരിച്ച് നഗരസഭാ കൗൺസിൽ അംഗീകരിച്ച MG റോഡിലെ 28 തെരുവോര കച്ചവടക്കാർക്കും 5 ലോട്ടറി സ്റ്റാളുകൾക്കുമാണ് ഈ സ്ട്രീറ്റ് വെൻഡിംഗ് മാർക്കറ്റിൽ ബങ്കുകൾ അനുവദിച്ചത്. വൈദ്യുതിയും വിശ്രമ മുറിക്കരികിൽ ശൗചാലയം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നഗരസഭ കടമുറികളിൽ ഒരുക്കിയിട്ടുണ്ട്. നഗരസഭയുടെ അനുയോജ്യമായ മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്ട്രീറ്റ് വെൻഡിംഗ് മാർക്കറ്റുകൾ സ്ഥാപിക്കുമെന്നും MG റോഡിലെ മുഴുവൻ തെരുവോര കച്ചവടക്കാരെയും അവിടെ നിന്നും മാറ്റി പുനരധിവസിപ്പിക്കുമെന്നും നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ തീരങ്ങളിലുണ്ടായ രൂക്ഷമായ കടലേറ്റത്തിന് പരിഹാരമുണ്ടാക്കുവാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. വർഷകാല സമ്മേളനത്തിൽ ശൂന്യവേളയിൽ സംസാരിക്കവെയാണ് MP വിഷയം അവതരിപ്പിച്ചത്. കടലേറ്റം തടയുവാനും നഷ്ടം സംഭവിച്ചവർക്ക് അർഹമായ സഹായം നൽകുവാനും അടിയന്തര നടപടികളുണ്ടാകണമെന്ന് MP ആവശ്യപ്പെട്ടു. ഇത്തവണ കാലവർഷത്തിൽ ജില്ലയിലെ കടലോരങ്ങളിൽ ശക്തമായ രീതിയിലാണ് കടലേറ്റമുണ്ടായത്. വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളുമുണ്ടായി. മടക്കര, അചാനൂർ, തൃക്കണ്ണാട്, ജന്മ, കൊപ്പൽ, കൊവ്വൽ, കീഴൂർ, ചെമ്പരിക്ക, ഉപ്പള, പെരിങ്ങടി, മഞ്ചേശ്വരം, കണ്ണുതീർത്ത തുടങ്ങിയ ഭാഗത്ത് കടലേറ്റം കനത്ത നാശമാണ് ഉണ്ടാക്കിയത്. രൂക്ഷമായ കടലാക്രമണം ദുരിതത്തിലാക്കിയതോടെ ജന്മ, കൊപ്പൽ തീരദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും നടപടി ആവശ്യപ്പെട്ട് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കടലേറ്റം ജില്ലയിലെ തീരദേശങ്ങളിൽ രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കുവാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വർഷകാല സമ്മേളനത്തിൽ ശൂന്യവേളയിൽ സംസാരിക്കുവാൻ കിട്ടിയ അവസരത്തിലാണ് MP ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായം നൽകുവാൻ കേന്ദ്ര സർക്കാർ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അടിയന്തര പ്രാധാന്യമുള്ള ഒരു പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരാതെ ഫലപ്രദമായ രീതിയിൽ കടലേറ്റം തടയുവാനും നഷ്ടം സംഭവിച്ചവർക്ക് അർഹമായ സഹായം നൽകുവാനും കേന്ദ്രം തയ്യാറാകണമെന്നും MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട്ട് കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വ്യാപാരി വീണു മരിച്ച സംഭവത്തിൽ കരാറുകാരൻ കസ്റ്റഡിയിൽ. മടിയനിലെ RJ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉടമ വെള്ളിക്കോത്ത് പെരളത്തെ എഴുപ്ലാക്കൽ റോയി ജോസഫ് മരണപ്പെട്ട സംഭവത്തിൽ പുല്ലൂർ സ്വദേശി നരേന്ദ്രനെയാണ് ഹൊസ്ദുർഗ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് റോയി ജോസഫ് മൂലക്കണ്ടത്ത് അലുമിനിയം ഫാബ്രിക്കേഷൻ മൊത്ത വ്യാപാരം തുടങ്ങുന്നതിനായി നിർമ്മാണം പൂർത്തിയാക്കി വരുന്ന കെട്ടിടത്തിൻ്റെ 3-ാം നിലയിൽ നിന്നും താഴേക്ക് വീണത്. ഗുരുതരമായി പരിക്കേറ്റ റോയി മംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ച് വ്യാഴാഴ്ച പുലർച്ചെയാണ് മരണപ്പെട്ടത്. നിർമ്മാണം സംബന്ധിച്ച് താനും കരാറുകാരനായ നരേന്ദ്രനും തമ്മിൽ തർക്കമുണ്ടാകുകയും തന്നെ നരേന്ദ്രൻ ചവിട്ടി താഴെയിടുകയും ചെയ്തെന്ന് റോയി മംഗളൂരു ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ ജിൻസിയോടും മറ്റുള്ളവരോടും പറഞ്ഞിരുന്നതായി പറയുന്നു.
ഇതേ തുടർന്ന് സംഭവത്തിൽ റോയിയുടെ സുഹൃത്ത് ഷാജി പോലീസിൽ പരാതി നൽകി. പോലീസ് കരാറുകാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നുണ്ട്. വീഴ്ചയിൽ റോയിയുടെ വൃക്കയ്ക്ക് ക്ഷതമേറ്റിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയലും ഞാറും പുതുതലമുറയെ പരിചയപ്പെടുത്തി ചേറാണ് ചോറ്, പ്രകൃതിയോടിണങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഓർമ്മപ്പെടുത്തലിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ മഴപ്പൊലിമ നടത്തി. ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബിൻ്റെ സഹകരണത്തോടെ എടച്ചാക്കൈ പയ്യളം വയലിൽ നടന്ന മഴപ്പൊലിമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. മഴപ്പൊലിമയുടെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി വയലിൽ വിവിധ മത്സരങ്ങൾ നടന്നു. കുടുംബശ്രീ അംഗങ്ങളും പഞ്ചായത്ത് അംഗങ്ങളും നാടൻ പാട്ടിനൊത്ത് നൃത്തം ചവിട്ടി. ഞാറ് നടലും നടന്നു. നേരത്തെ എടച്ചാക്കൈ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും കുടുംബശ്രീ പ്രവർത്തകരും പരിസ്ഥിതി ക്ലബ്ബിലെ വിദ്യാർത്ഥികളും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളും സ്കൗട്ട് ആൻഡ് ഗൈഡ്സും ജനപ്രതിനിധികളും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര നടത്തിയിരുന്നു. JLG അംഗങ്ങൾ ഞാറ് കയ്യിലേന്തിയാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. തുടർന്ന് പയ്യളം വയലിൽ നടന്ന മഴപ്പൊലിമ പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് P ബുഷ്ര അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ പയനി പവിത്രൻ, M രാഘവൻ, T വിജയലക്ഷ്മി, V ലത, കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ, കുടുംബശ്രീ CDS അധ്യക്ഷ C റീന, മനോജ് പിലിക്കോട് എന്നിവർ സംസാരിച്ചു. പടന്ന പഞ്ചായത്ത് 6ാം വാർഡ് ADSന്റെ നേതൃത്വത്തിൽ ചക്കയും ചിക്കനും ഉച്ചഭക്ഷണവും വിതരണം ചെയ്തു. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ TKP ഷാഹിദ മത്സര വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ICDS പ്രൊജക്ട് ഓഫീസുകൾക്ക് മുന്നിൽ സംസ്ഥാന വ്യാപകമായി ധർണ സംഘടിപ്പിച്ചു. ജില്ലയിൽ 11 കേന്ദ്രങ്ങളിലായിരുന്നു സമരം. മഞ്ചേശ്വരം ICDS പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ നടന്ന സായാഹ്ന പ്രതിഷേധ ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. ഓൺലൈൻ പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള നിലവാരമുള്ള ഫോൺ ലഭ്യമാക്കുക, ജോലിഭാരം ലഘൂകരിക്കുക, സർക്കാർ ഉത്തരവുകൾ അംഗീകരിക്കാത്ത ഉദ്യോഗസ്ഥരുടെ മേൽ നടപടി സ്വീകരിക്കുക, സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, മിനിമം വേതനം നടപ്പിലാക്കുക, ഉത്സവബത്ത 5000 രൂപയായി വർദ്ധിപ്പിക്കുക, മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ICDS പ്രൊജക്ട് ഓഫീസുകൾക്ക് മുന്നിൽ സംസ്ഥാന വ്യാപകമായി ധർണ സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലയിൽ 11 കേന്ദ്രങ്ങളിലായിരുന്നു സമരം നടന്നത്. മഞ്ചേശ്വരം ICDS പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. CITU ജില്ലാ ഉപാധ്യക്ഷ ബേബി ഷെട്ടി ധർണ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ പ്രൊജക്ട് സെക്രട്ടറി NT ലക്ഷ്മി സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ്റെ മറ്റ് ഭാരവാഹികളും ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആചാര്യ സംഗമം തിങ്കളാഴ്ച പെരിയ ശ്രീനാരായണ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. സഹകരണ ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ സമുദായ ക്ഷേത്രങ്ങളിൽ നിന്നായി 1500ഓളം ആചാരസ്ഥാനികർ സംഗമത്തിൽ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. രാവിലെ 10 മണിക്ക് നടക്കുന്ന ആചാര സംഗമം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാനും പെരിയ SN കോളേജ് ട്രസ്റ്റ് പ്രസിഡന്റുമായ C രാജൻ പെരിയ അധ്യക്ഷത വഹിക്കും. സംഗമത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. MLAമാരായ M രാജഗോപാലൻ, CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ, AKM അഷ്റഫ്, TI മധുസൂദനൻ, മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു, പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ക്ഷേത്രം ആചാര സ്ഥാനികരെ ദേവസ്വം ബോർഡ് ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു.
ആചാര സ്ഥാനികർക്ക് നൽകുന്ന പ്രതിമാസ സാമ്പത്തിക സഹായം 4000 രൂപയായി വർദ്ധിപ്പിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നതിനോടൊപ്പം ഇവരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുവാൻ തയ്യാറാകണമെന്നും മറ്റ് ഫണ്ടുകളിൽ നിന്നും തുക മാറ്റിവെച്ച് വേതനം നൽകുന്നതിന് പകരം പ്രതിമാസ ശമ്പളം നൽകുന്നതിനായി പ്രത്യേക ഫണ്ട് മാറ്റിവെക്കുവാൻ നടപടി ഉണ്ടാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ സി രാജൻ പെരിയ, ജനറൽ സെക്രട്ടറി നാരായണൻ ചൂരിത്തോട്, കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ ബേടകം, സെക്രട്ടറി വിജയകുമാർ, സത്യൻ മടത്തിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി പുതുതായി അഫിലിയേഷൻ നൽകിയ സാദിയ ലോ കോളേജിൽ 2025-26 വർഷത്തേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു. പഞ്ചവത്സര BA LLB ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം കോഴ്സാണ് ഈ വർഷം ആരംഭിക്കുക. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ സാദിയ ലോ കോളേജ് അധികൃതരും പ്രസ് ക്ലബ്ബ് ഭാരവാഹികളും ചേർന്ന് ലോ കോളേജ് പ്രോസ്പെക്ടസ് റിലീസ് ചെയ്തു. പഞ്ചവത്സര BA LLB ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം കോഴ്സാണ് ഈ വർഷം ആരംഭിക്കുകയെന്നും കേരള എൻട്രൻസ് കമ്മീഷണർ അലോട്ട്മെന്റ് അനുവദിക്കുന്ന 30 സർക്കാർ മെറിറ്റ് സീറ്റും 30 മാനേജ്മെന്റ് സീറ്റുമാണ് അഡ്മിഷനായി അനുവദിച്ചിട്ടുള്ളതെന്നും അധികൃതർ അറിയിച്ചു. കേരള എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന 2ാം ഘട്ട അലോട്ട്മെന്റ് നടപടികളിൽ സാദിയ ലോ കോളേജിലെ 30 സർക്കാർ മെറിറ്റ് സീറ്റുകളിലേക്ക് ആഗസ്റ്റ് 9 വരെ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. 30 മാനേജ്മെന്റ് സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആഗസ്റ്റ് 13 മുതൽ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ ആദ്യത്തെ ലോ കോളേജാണിത്. ബാനൽക്ക് നമുക്ക് 60 സീറ്റുണ്ട്. സെൽഫ് ഫിനാൻസ് ആണ്. 30 സീറ്റ് മെറിറ്റിലും 30 സീറ്റ് മാനേജ്മെൻറ്റിലുമാണ്. പഞ്ചവത്സര BA LLB ആണ്. 5 വർഷത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞവരാണ്, നമ്മൾ +2 കഴിഞ്ഞവരാണ് എടുക്കുന്നത്. അതിൽ മറ്റൊരു പ്രത്യേകത ഇംഗ്ലീഷ് ജേർണലിസം കൂടിയാണ്. BA ഇംഗ്ലീഷ് ജേർണലിസം ഉണ്ടാവും. അതിൻ്റെ കൂടെ LLB കിട്ടുന്നത്. അപ്പോൾ ഈ 2ാം ഘട്ട അലോട്ട്മെൻറ്റ് മുതൽ നമുക്ക് സാദിയ ലോ കോളേജിലെ 30 സർക്കാർ സീറ്റിലേക്കുള്ള മെറിറ്റ് ആഗസ്റ്റ് 9 വരെ അലോട്ട്മെൻറ്റ് സ്വീകരിക്കും. മുഹമ്മദ് അലി സക്കാഫി തൃക്കരിപ്പൂർ, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, ഹാജി അബ്ദുല്ല ഹുസൈൻ കടവത്ത്, ഡോക്ടർ ഹെമിൻ VV, TP അബ്ദുൽ ഹമീദ് മാസ്റ്റർ, PV മുസ്തഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് BEM ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ ശാന്തി സന്ദേശയാത്ര ശ്രദ്ധേയമായി. ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് യാത്ര നടത്തിയത്. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും സ്കൂളിലേക്ക് നടന്ന യാത്രയിൽ നിരവധി വിദ്യാർത്ഥികൾ അണിനിരന്നു. ശാന്തിയും സമാധാനവും പുലരണമെന്ന സന്ദേശവുമായി വിദ്യാർത്ഥികൾ നടത്തിയ ശാന്തി സന്ദേശയാത്ര ശ്രദ്ധേയമായി. ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് BEM ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് റാലി നടത്തിയത്. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നുമായിരുന്നു യാത്ര ആരംഭിച്ചത്. ശശികുമാർ പുല്ലൂർ റാലി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള സമാധാന സന്ദേശവും അദ്ദേഹം കൈമാറി. തുടർന്ന് ഘോഷയാത്ര സ്കൂളിലെത്തി. സമാധാനത്തിൻ്റെ പ്രതീകമായ സഡാക്കോ പക്ഷിയെ സാക്ഷി നിർത്തി കുട്ടികൾ മെഴുകുതിരി കത്തിച്ച് സമാധാനത്തിൻ്റെ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. സ്കൂൾ അധ്യാപകരും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത അപാകതകൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് വില്ലേജ് സമ്മേളനം നടന്നു. ദേശീയപാത ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നും തൊഴിലുറപ്പ് തൊഴിൽ തകർക്കുന്ന നിലപാടുകളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ പടന്നക്കാട് വരെയുള്ള സർവീസ് റോഡിന്റെ അപാകതകൾ പരിഹരിക്കണമെന്നും കാഞ്ഞങ്ങാട് സൗത്ത് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ മഴക്കാലത്തുണ്ടാകുന്ന അതിരൂക്ഷമായ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. മുത്തപ്പനാർക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് P. ബേബി അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് PA ശകുന്തള, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഫൗസിയ ഷെരീഫ്,
പി പവിത്രി, എം ജാനകി, സി ബാലാമണി എന്നിവർ സംസാരിച്ചു. വില്ലേജ് സെക്രട്ടറി പി രത്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ സുജിനി രക്തസാക്ഷി പ്രമേയവും എം അനിത അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പതാക ഉയർത്തൽ, പ്രകടനം എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. വില്ലേജ് സെക്രട്ടറി പി രത്ന സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹർഷവർഷത്തിന്റെ 1.5 സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ അജാനൂർ കടപ്പുറം റഹ്മാനിയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മീലാദ് പ്രോഗ്രാമിന് തുടക്കമായി. പ്രോഗ്രാം ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു. ഹർഷവർഷത്തിന്റെ 1.5 സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ അജാനൂർ കടപ്പുറം റഹ്മാനിയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മിലാദ് പ്രോഗ്രാം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. ജമാഅത്ത് പ്രസിഡന്റ് എ അബ്ദുള്ള അധ്യക്ഷനായി. മിലാദ് കമ്മിറ്റി ചെയർമാൻ പി കുഞ്ഞബ്ദുള്ള ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. ഖത്തീബ് അഷ്റഫ് ദാരിമി പ്രാർത്ഥന നിർവഹിച്ചു. ജമാഅത്ത് സെക്രട്ടറി ഷിഹാബ് പാലായി സ്വാഗതം പറഞ്ഞു. ജമാഅത്ത് ട്രഷറർ ജാഫർ പാലായി, ജോയിന്റ് സെക്രട്ടറി ഷെരീഫ് ചെറുകള, മിലാദ് കമ്മിറ്റി ട്രഷറർ ഷിഹാബുദ്ദീൻ MK, വൈസ് ചെയർമാൻമാരായ കുഞ്ഞാമത് ഹാജി, മുനീർ പാലായി, ജോയിന്റ് കൺവീനർമാരായ റഫീഖ് ആവിക്കൽ, MK മുഹമ്മദ് കുഞ്ഞി ഹാജി, ഉസ്താദുമാരായ സ്വാലിഹ് ദാരിമി, അബ്ദുൽ ജബ്ബാർ ഹസനി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലൈസൻസ് ഉൾപ്പെടെ നിയമാനുസൃത രേഖകളോടെ വ്യാപാരം ചെയ്തു വരുന്ന സ്ഥിരം വ്യാപാരികളെ കഷ്ടത്തിലാക്കുന്ന തരത്തിൽ വ്യാപകമായിട്ടുള്ള വഴിയോര കച്ചവടം നിയന്ത്രിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉദിനൂർ യൂണിറ്റ് ജനറൽ ബോഡി യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. നടക്കാവ് വ്യാപാര ഭവനിലായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉദിനൂർ യൂണിറ്റ് ജനറൽ ബോഡി യോഗം നടന്നത്. ലൈസൻസ് ഉൾപ്പെടെ നിയമാനുസൃത രേഖകളോടെ വ്യാപാരം ചെയ്തു വരുന്ന സ്ഥിരം വ്യാപാരികളെ കഷ്ടത്തിലാക്കുന്ന തരത്തിൽ വ്യാപകമായിട്ടുള്ള വഴിയോര കച്ചവടം നിയന്ത്രിക്കണമെന്ന് യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. വിവിധ പഞ്ചായത്തുകളിലെ വാഹനയാത്രക്കാരെ കുരുക്കിയിടുന്ന ഉദിനൂർ റെയിൽവേ ഗേറ്റിലെ മേൽപ്പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിൽ യോഗം ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വ്യാപാരി വ്യവസായ വ്യാപാര സമിതി സംഘടന ഇന്ന് കേരളത്തിൽ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഭീഷണി തന്നെ എന്താണ്? വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം. അതുമൂലം ചെറുകിട വ്യാപാര മേഖല തകർന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ അനധികൃത വഴിവാണിഭ കച്ചവടം, ചെറുകിട വ്യാപാരികളെ വലിയ തോതിൽ ഭീഷണി നേരിടുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഓൺലൈൻ കുത്തക കമ്പനികൾ, വൻകിട കുത്തക കമ്പനികളുടെ ഓൺലൈൻ വ്യാപാരവും ഈ അനധികൃത വഴിയോര കച്ചവടം, ഈ രണ്ട് ഇവരുടെ ഈ ഓൺലൈൻ കുത്തക കമ്പനിയുടെ കടന്നുകയറ്റം മൂലവും വഴിവാണിഭ കച്ചവട അനധികൃത കച്ചവടം മൂലം ചെറുകിട വ്യാപാര മേഖല അനുദിനം തകർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ പോരാട്ടവുമായി സംസ്ഥാന കമ്മിറ്റിയും അഖിലേന്ത്യാ കമ്മിറ്റിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദിനൂർ യൂണിറ്റ് പ്രസിഡന്റ് എം നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി CJ സജി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PP മുസ്തഫ, CH അബ്ദുൽ റഹീം, യൂണിറ്റ് സെക്രട്ടറി AG മുത്തലിബ്, ട്രഷറർ കല്ലത്ത് ജനാർദ്ദനൻ, വൈസ് പ്രസിഡന്റ് രമേശൻ ആനിക്കാടി, ജോയിന്റ് സെക്രട്ടറി റോയ് ആൽദോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ കൊയ്യോങ്കര ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ കിടപ്പ് രോഗികളുടെ ഉപയോഗത്തിനായി ചൂടുവെള്ളവും തണുത്ത വെള്ളവും എടുക്കുന്നതിന് വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം ചെയ്തു. കൊയ്യോങ്കരയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയുടെ IP ബ്ലോക്കിൽ രോഗികൾക്കാവശ്യമായ ചൂടുള്ളതും ശുദ്ധീകരിച്ചതുമായ വെള്ളമെടുക്കുന്നതിനുള്ള സൗകര്യമാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയത്. 89,000 രൂപ ചിലവിട്ടാണ് വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV സാജൻ, ഡോക്ടർ NV ലിജി, വികസന സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കോഴിക്കോട് സ്റ്റാർ കെയർ ആശുപത്രിക്ക് സ്മൈൽ ട്രെയിൻ സംഘടനയുടെ അംഗീകാരം. മുച്ചിറി, മുറിയണ്ണാക്ക് എന്നീ വൈകല്യങ്ങളുള്ള കുട്ടികൾക്കായി ലോകത്തിലെ 87 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സ്മൈൽ ട്രെയിൻ. ഇതോടെ സ്റ്റാർ കെയറിലെ ഡെന്റൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി വിഭാഗത്തിൽ ഈ വൈകല്യങ്ങളോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ചികിത്സകളും സർജറികളും ഇനി മുതൽ പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂയോർക്ക് സിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലാഭേച്ഛയില്ലാത്ത ചാരിറ്റി സംഘടനയാണ് സ്മൈൽ ട്രെയിൻ.
മുച്ചിറി മുറിയണ്ണാക്ക് വൈകല്യങ്ങൾ ഇല്ലാതാക്കുവാൻ ആഗോളതലത്തിൽ 87 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇവർ പ്രാദേശിക ഡോക്ടർമാർക്ക് പരിശീലനം നൽകുകയും ശസ്ത്രക്രിയകൾക്കായി ആശുപത്രികൾക്ക് ധനസഹായം നൽകുകയും ചെയ്യുന്നു. കഴിഞ്ഞ 20 വർഷത്തിനിടെ 15 ലക്ഷം കുട്ടികൾക്ക് സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതും സൗജന്യവുമായ ചികിത്സയും പരിചരണവും ഇവർ നൽകിക്കഴിഞ്ഞതായും അധികൃതർ അറിയിച്ചു. ആഗസ്റ്റ് മാസം 10-ാം തീയതി പുളിക്കുന്ന് കാസർഗോഡ് ഗസ്റ്റ് ഹൗസിനടുത്തുള്ള പുളിക്കുന്ന് അർബൻ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ വെച്ച് മുച്ചിറി മുറിവണ്ണാക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് മുമ്പായി പറയുകയാണ്. ഇന്ത്യയിലെ 700 കുട്ടികളിൽ ജനിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഈ മുഖവൈകല്യം ഉണ്ടാകുന്നതാണ് വസ്തുത. മുച്ചിറി മുറിവണ്ണാക്കായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുച്ചിറി മുറിവണ്ണാക്കുകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു സൗജന്യ ശസ്ത്രക്രിയയും അതുമായി ബന്ധപ്പെട്ട തുടർ ചികിത്സകളും കോഴിക്കോടുള്ള സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ അതിനുമായി ബന്ധപ്പെട്ട് നടത്തുന്നതാണ്. ഈ ശസ്ത്രക്രിയ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നത് ന്യൂയോർക്ക് ബേസ് ആയിട്ടുള്ള സ്മൈൽ ട്രെയിൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംഘടനയാണ്. കേട്ടിട്ടുണ്ടാവും അല്ലേ? സ്മൈൽ ചാരിറ്റി സംഘടന. അപ്പോൾ ആ സംഘടനയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. ഡോക്ടർ ഹരികൃഷ്ണൻ, സ്മൈൽ ട്രെയിൻ പ്രൊജക്ട് മാനേജർ പി മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടുംബശ്രീ ജനഗൽസ തദ്ദേശീയ കലാരൂപ സംരംഭ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. ഗോത്ര കലാരൂപങ്ങളെ പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭ നിർമ്മിച്ച സ്ട്രീറ്റ് വെൻഡിംഗ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടന്നു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ രൂക്ഷമായ കടലേറ്റം ലോക്സഭയിൽ ഉന്നയിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കടലേറ്റം തടയുവാനും നഷ്ടം സംഭവിച്ചവർക്ക് സഹായം നൽകുവാനും നടപടി വേണം. കാഞ്ഞങ്ങാട്ട് കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്നും വ്യാപാരി വീണു മരിച്ച സംഭവം. കരാറുകാരൻ കസ്റ്റഡിയിൽ. ICDS പ്രൊജക്ട് ഓഫീസുകൾക്ക് മുന്നിൽ അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഷേധം. മഞ്ചേശ്വരത്ത് നടന്ന ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആചാര്യ സംഗമം തിങ്കളാഴ്ച. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.